അത് കഴിഞ്ഞാൽ മുതലാളി അപ്പൂപ്പൻ പറഞ്ഞു, മുതലാളി എനിക്കൊന്നും തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ അപ്പൂപ്പൻ പതുക്കെ ഇറങ്ങി തെങ്ങുംതോട്ടത്തിലൊക്കെ ഇറങ്ങിയപ്പം കാള കിടക്കും കയറോടും. ഇത് മത്തങ്ങ അങ്ങനെ മൊട്ടിന് ഇങ്ങനെ വിളഞ്ഞു പഴുത്ത് ബൾബ് പോലെ ഇരിക്കുവാണ്. അപ്പൂപ്പൻ ഒരു മത്തങ്ങ കയ്യിലെടുത്തു, രണ്ടാമത്തെ മത്തങ്ങ ഈ കയ്യിൽ പിടിച്ചു. കുരങ്ങ് മത്തങ്ങ നോക്കുമ്പോൾ മത്തങ്ങ കൊണ്ട് അങ്ങോട്ട് പോയി. മുതലാളി കണ്ടച്ചപ്പോൾ ചേട്ടൻ മത്തങ്ങ അവിടെ ഇട്ടും താൻ മത്തങ്ങ ഒരു കാരണവശാലും കൊണ്ടാൻ ഒക്കില്ല, തൻ്റെ വീട്ടിൽ കൊണ്ടാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഞാനിതിവിടെ ഇട്ടും പോയാൽ എൻ്റെ പുറകെ മത്തങ്ങ എൻ്റെ വീട്ടിലേക്ക് വരുമോ മുതലാളി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൂപ്പൻ മത്തങ്ങ. ഈ അപ്പൂപ്പൻ്റെ പള്ളിയിലെ ഇടവകാലി അച്ഛൻ ആ പള്ളിയിൽ നിന്ന് സ്ഥലം മാറി പോവുകയാണ്. അപ്പോൾ ഈ അച്ഛൻ ഓരോ വീടുകൾ തോറും യാത്രാമൊഴി പറഞ്ഞപ്പോൾ അപ്പാപ്പനോട് പറഞ്ഞു, അപ്പോൾ വല്യപ്പച്ച കുഞ്ഞാടുകളെ, എനിക്ക് ഈ പള്ളിയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി, ഞാൻ വേറൊരു പള്ളിയിലേക്ക് പോകുക കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ പരിശുദ്ധ മാതാവേ യേശു തമ്പുരാനെ സകല അച്ഛന്മാരെ ശുദ്ധീകരിക്കണേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പൂപ്പൻ വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനിരുന്നു. അപ്പൂപ്പൻ പ്രാർത്ഥന തുടങ്ങി, എൻ്റെ പരിശുദ്ധ മാതാവേ എൻ്റെ യേശു തമ്പുരാനെ സകല അച്ഛന്മാരെയും ചുട്ടുകരിക്കണേന്ന് പറയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യനെ നിങ്ങൾ എന്തോന്ന് ഈ പറയണത്, ചുട്ടുകരിക്കാനല്ല അച്ഛൻ പറഞ്ഞത്, ശുദ്ധീകരിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ അപ്പൂപ്പൻ ഒരു ദിവസം മുതലാളിയുടെ കൂടി നായാട്ടിന് പോവുകയാണ്. സാധാരണ തീറ്റ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും കേഴ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വരും. അപ്പം അവർ മുതലാളിയും അപ്പൂപ്പനും കൂടെ ചെന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അപ്പൂപ്പനെ കൊതുക് കടിക്കാൻ തുടങ്ങി. അപ്പൂപ്പൻ ഈ തല്ലൽ തുടങ്ങി. ഈ ഒച്ച കേട്ട് കഴിയുമ്പോൾ മൃഗങ്ങൾ പിന്നെ അങ്ങനെ നിൽക്കും. ഒരു കാലും ഒരു കാലും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കും. മുതലാളി കണ്ടു കിടന്ന് മടുത്ത് കഴിഞ്ഞ് മൃഗങ്ങൾ അടുത്തടുത്ത് വന്നു തുടങ്ങി. അപ്പോൾ മുതലാളി പറഞ്ഞു, മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുതെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ അപ്പൂപ്പൻ്റെ നേരെയൊക്കെ മുതലാളി കൈ അടിച്ചപ്പോൾ അപ്പൂപ്പൻ ചോദിക്കുകയാണ്, എന്താ മുതലാളി ടാറ്റ കാണിക്കണേന്ന്. ഇത് കേട്ടത് മൃഗങ്ങളെല്ലാം 4 വശത്തേക്ക് ചിഹ്നം ചിതറി ഓടി. ഒരു കേഴമാൻ മുതലാളിയുടെ അപ്പൂപ്പൻ്റെ തലയ്ക്ക് മേതെ എടുത്ത് ചാടിയിട്ട് മുതലാളിയുടെ കയ്യിൽ ഇരുന്ന് തോക്ക് തട്ടി തെറിപ്പിച്ച് ദൂരെ പോയി കിടന്ന് വെടിപൊട്ടി. ഇത് ഓടാൻ പറ്റില്ലാതെ ഒരു പൂർണ്ണ ഗർഭിണിയായ പേടമാൻ മരത്തിൻ്റെ വീട്ടിൽ തന്നെ നിന്നു. ഈ വെടിപൊട്ടിയ ശബ്ദം കേട്ടിട്ട് അവിടെ തന്നെ പ്രസവിച്ചു എന്നാണ് ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൂപ്പൻ ഈ കേഴക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വളർത്തി വലുതാക്കി. അത് വലുതായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറത്താണ് സവാരിഗിരി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആനപ്പുറത്ത് സവാരിഗിരി ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, കുതിരപ്പുറത്ത് കയറിയെന്ന് കേട്ടിട്ടുണ്ട്, കഴുതയുടെ പുറത്ത് കയറിയെന്നും കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ ഈ കേഴമാൻ്റെ പുറത്ത് കയറിയെന്ന് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അത് ആദ്യമായിട്ട് എൻ്റെ അപ്പൂപ്പനാണ് സവാരിഗിരി ചെയ്തത്.